ഹലോ വെൽക്കം ബാക്ക് ടു ഷനാസ് ഇൻ വണ്ടർലാൻഡ്. ഇന്ന് ഞാൻ രണ്ട് കഥാപാത്രങ്ങളാണ് എൻ്റെ സ്റ്റോറിയിൽ മെയിനായിട്ടുള്ളത്. എൻ്റെ കസിൻ പൂച്ചാച്ച ഇപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്നില്ല അധികം, പിന്നെ എൻ്റെ കെമിസ്ട്രി സർ. അപ്പം കേട്ടോളൂ. ഇന്ന് ഞാനിപ്പോൾ എന്ത് കഥയാണ് കൊണ്ടുവരികയെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഫാറൂഖ് കോളേജിൽ ചേർന്ന സമയത്ത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചേർന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന സമയമാണല്ലോ, അപ്പോൾ മലയാളം കഷ്ടിച്ചറിയാം. പിന്നെ അവിടുന്ന് വന്ന അവിടുന്ന് ആ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു പേടി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നാട്ടിൽ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, പൂച്ചാച്ച എന്നാണ് വിളിക്കുക. പൂച്ചാച്ച നല്ല ടൈലറാണ് ആയിരുന്നു എന്ന് വെച്ചാൽ നല്ലവണ്ണം സ്റ്റിച്ചിങ് ചെയ്യുമായിരുന്നു. എല്ലാവർക്കും അറിയാമെന്നറിയില്ല, പണ്ട് ലേഡീസൊക്കെ കാച്ചി ആണ് ഇടുക. കാച്ചീൻ്റെ മേലെയുള്ളൊരു പെൺകുപ്പായുണ്ട്. പെൺകുപ്പായം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ കഷ്ണങ്ങൾ ജോയിൻ ചെയ്തിട്ട് അതിൽ ഹാൻഡ് വർക്കും കൂടി ഉണ്ട്. നല്ല ഡിഫിക്കൽട്ടാണത്. പക്ഷേ അതിൽ ഭയങ്കര സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂച്ചാച്ച. അപ്പോൾ അവിടെ കൊയിലാണ്ടിയിൽ കുറേ പ്രായമുള്ള ഉമ്മമാരൊക്കെ അതിടുന്ന ഉമ്മമാർക്ക് പൂച്ചാച്ച തന്നെ സ്റ്റിച്ച് ചെയ്താലേ ശരിയാവുള്ളൂ. അങ്ങനെ ആണ് കേട്ടതല്ല, നമ്മൾ കണ്ടിട്ടുമുണ്ട്. എല്ലാവരും കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നതും അത് നല്ല ഹാർഡ് വർക്കാണ്. സാധാരണ സ്റ്റിച്ചിങ് മാത്രമല്ല, അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ തുന്നുക, അതിൻ്റെ കുടുക്കിനൊക്കെ വലിയ വ്യത്യാസമുണ്ട്. കുറേ മെനക്കേടാണ്. പക്ഷെ അവർക്ക് ഇടുന്നവർക്ക് അത് തന്നെ വേണം. എൻ്റെ വലിയമ്മയും അത് തന്നെയായിരുന്നു ഇടുക, ഉമ്മാമയും അതായിരുന്നു ഇടുക. നല്ല വൈറ്റ് തുണിയിലാണ്, നല്ല സോഫ്റ്റ് വൈറ്റ് തുണി കൊണ്ടാണ് ഉണ്ടാക്കുക. എന്നിട്ട് റെഡ് കൊണ്ടാണ് പൈപ്പിംഗ് ഒക്കെ വെക്കുക. അപ്പോൾ പൂച്ചാച്ച ആണ് എനിക്ക് സ്കേർട്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം, ഞാൻ ബെൽ ബോട്ടം ആണല്ലോ അന്ന് നോർത്ത് ഇന്ത്യയിലെ ഡ്രസ്സ്. അപ്പോൾ ഇവിടുത്തെ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് എനിക്ക് കോളേജിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഓഡ് വൺ ഔട്ടായിട്ട് എനിക്ക് നിൽക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ പൂച്ചാച്ച എനിക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തന്ന്. വെച്ചാൽ വലിയ ഫാഷനുള്ളതല്ല, സാധാ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തന്ന്. അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ പോയത്. അപ്പോൾ കാണുമ്പോൾ ഒരു തട്ട ഇവിടെ ക്ലിപ്പൊക്കെ കുത്തിയിട്ട് ഞാൻ വിചാരിച്ചു അതാണ് കേരളത്തിൻ്റെ ഡ്രസ്സ്, ട്രഡീഷണൽ ഡ്രസ്സ് അതാണ്. ട്രഡീഷണൽ ഡ്രസ്സ് അത് തന്നെയാണെങ്കിലും സിറ്റിയിലും ടൗണിലൊക്കെ വളർന്ന പെൺകുട്ടികൾ അവരൊക്കെ കുറച്ച് ഷേപ്പായിട്ടും കുറച്ചും കൂടി മോഡേൺ സ്കേർട്ട്സും ബ്ലൗസും ആയിരിക്കുമല്ലോ അന്നിടുക. പിന്നെയാണ് ഞാനതൊക്കെ അറിഞ്ഞത്. എൻ്റെ വിചാരം എല്ലാവരും ഇതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ ഒന്നും പ്രോബ്ലം ഇല്ല. സെക്കൻഡ് ഡേ ഒക്കെ നമുക്ക് കെമിസ്ട്രി സാർ ഉണ്ടായിരുന്നു, ഉമ്മർ സാർ. നല്ല സാറായിരുന്നു. അപ്പോൾ സാർ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഇങ്ങനെ കുറേ കുട്ടികളോട് ചോദിച്ച് ലാസ്റ്റല്ല എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് ആൻസർ ചോദിച്ചപ്പോൾ ഞാൻ നല്ല ഇംഗ്ലീഷിൽ ആൻസർ പറഞ്ഞല്ലോ. എൻ്റെ ഇംഗ്ലീഷ് നല്ലതാണ്, ഞാൻ നോർത്തിൽ പഠിച്ചത്. അവിടെ 80% മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പിന്നെ എൻ്റെ വേഷം കണ്ടാൽ ഗ്രാമത്തിൽ നിന്ന് വന്നതോ അങ്ങനെയാണെന്നല്ലോ വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഷോക്കായി. അവർ പിന്നെ പറഞ്ഞു എന്നോട്, പിന്നെ നീ ആൻസർ പറയുന്നത് കേട്ടപ്പോൾ നമ്മളെല്ലാവരും കൂടി എന്ന് വെച്ചാൽ അതാ പറയുന്നത് അപ്പിയറൻസസ് എന്ന് വെച്ചാൽ അപ്പിയറൻസസ് ഡിസീവ് എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് എൻ്റെ അപ്പിയറൻസ് കണ്ടപ്പോൾ അവർക്ക് വേറെ രീതിയാണെന്ന് തോന്നിയത്, ആൻസർ പറഞ്ഞപ്പോൾ വേറെ രീതിയാണ് തോന്നിയത്. അപ്പോൾ പിന്നെ എന്താ കുടുങ്ങിപ്പോയി ഞാൻ. വെച്ചാൽ ഏത് ക്ലാസ്സിലും സാറ് ഒരു ലെസന് എന്തെങ്കിലും ഒരു പേജോ 2 പേജ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷഹനാസ് ബീഗം എന്ന് എന്നോട് പറയാം, ഷഹനാസ് ബീഗം ഗെറ്റപ്പ് ടെൽ ദ ആൻസർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഉറങ്ങാൻ പറ്റൂല ക്ലാസ്സിൽ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പിന്നെയുണ്ട്. ലോങ് ആയിപ്പോവും വീഡിയോ. ഓക്കെ, ബൈ ഫോർ നൗ, ടേക്ക് കെയർ.